പ്രബീർ പുർക്കായസ്ഥയുടെ ഒരു ഗംഭീരമായ സംസാരമാണ് നടന്ന് കഴിഞ്ഞിട്ടുള്ളത്. പ്രബീർ നമ്മുടെ ജീവിതത്തെ എല്ലാം പ്രോജ്വലമാക്കുന്ന ഒരു സാന്നിധ്യമാണ് പ്രബീർ പുർക്കായസ്ഥ. കഴിഞ്ഞ വർഷമാണ് 6 മാസം നീണ്ട തടവ് കാലം കഴിഞ്ഞ് 76-ാമത്തെ വയസ്സിൽ പുഞ്ചിരിച്ചുകൊണ്ട് പ്രബീർ പുറത്തേക്ക് തിഹാർ ജയിലിൻ്റെ പുറത്തേക്ക് വന്നത്. അതിനും ഒരു 50 വർഷം മുമ്പാണ് ഒരു 25-കാരനായിരിക്കെ 1.5 വർഷം യാതൊരു തെളിവുമില്ലാതെ ഇന്ത്യയിൽ അമിതാധികാര പ്രമത്തതയുടെ എല്ലാ രൂപങ്ങളും കാണിച്ച ഭരണകൂടം ഇതേ പ്രബീർ പുർക്കായസ്ഥയെ ജയിലിൽ അടക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രബീർ 2 തവണയും ചെയ്ത കുറ്റം അധികാരത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതാണ്. അധികാരത്തിന് ആവശ്യമുള്ള അതിൻ്റെ പ്രചാരകനായിട്ട് പ്രബീർ പുർക്കായസ്ഥ മാറിയില്ല എന്നുള്ളതും ആണ്. ആ പ്രബീറാണ് നേരത്തെ നിങ്ങൾ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നോളജ് ആസ് കോമൺസ്. എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ, അറിവിനെ, വിജ്ഞാനത്തെ ജനകീയമായിട്ടുള്ള വിമോചനത്തിൻ്റെ ഒരു ആയുധമാക്കി മാറ്റുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം രചിച്ചത്. പ്രബീർ ജയിലിൽ കിടക്കുമ്പോഴാണ് കീപ്പിംഗ് അപ്പ് ദ ഗുഡ് ഫൈറ്റ്, പൊരുതുവാൻ ഒരു ജീവിതം എന്നെല്ലാം വേണമെങ്കിൽ നമുക്ക് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താം. ചിന്ത അത് പ്രസിദ്ധീകരിച്ചത് പോരാട്ടം തുടരുക എന്നുള്ള പേരിലാണ്. ആ പുസ്തകം പുറത്തു വരുന്നത് പ്രബീർ ജയിലിൽ കിടക്കുമ്പോഴാണ്. ആ പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് പ്രബീർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, പ്രബീറിൻ്റെ യൗവനകാലത്തെ കുറിച്ചിട്ടാണ് ആ പുസ്തകം പറയുന്നത്. 1970-കളിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം. അത് വായിക്കുമ്പോൾ ആ 70-കളിലെ വിദ്യാർത്ഥി കാലഘട്ടം നമ്മളെല്ലാം കൊതിപ്പിക്കും. അതിൽ പ്രബീർ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ ഇടതുപക്ഷത്ത് നിന്നത്, ഇടതുപക്ഷമായിരിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൻ്റെ ഒരു ഭാഗത്ത് പ്രബീർ പറയുന്നത് ഒരു പഴയ നാടകത്തിലെ ഒരു രംഗാണ്. ആ നാടകം സ്പാനിഷ് ആഭ്യന്തര യുദ്ധകാലത്തെ നാടകമാണ്. സ്പാനിഷ് ആഭ്യന്തര യുദ്ധകാലത്ത് ഇടതുപക്ഷത്തും വലതുപക്ഷത്തുമുള്ള 2 പ്രൊഫസർമാർ തമ്മിൽ കണ്ടുമുട്ടാണ്. എന്നിട്ട് അവർ സംസാരിക്കുകയാണ്. അപ്പോൾ വലതുപക്ഷത്തുള്ള പ്രൊഫസർ ഇടതുപക്ഷക്കാരനായിട്ടുള്ള പ്രൊഫസറോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇടതുപക്ഷത്ത് നിൽക്കുന്നത്? ഞങ്ങളുടെ പക്ഷത്തല്ലേ ഏറ്റവും മികച്ച നേതാക്കന്മാരുള്ളത് എന്ന്. വൈ ആർ യു സ്റ്റേയിങ് വിത്ത് ദ റൈറ്റ്? വി ഹാവ് ദ ബെസ്റ്റ് ലീഡേഴ്സ്, റൈറ്റ്? അതാണ് ചോദ്യം. അപ്പോൾ തിരിച്ച് ഇടതുപക്ഷത്തെ പ്രൊഫസർ പറയുന്നത് ശരിയായിരിക്കാം, ബട്ട് ഐ ലൈക്ക് ദ പീപ്പിൾ മൈ ലീഡേഴ്സ് ആർ ഓർഗനൈസിങ് എന്നാണ്. ഞാൻ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? എൻ്റെ നേതൃത്വം നയിക്കുന്ന ജനങ്ങളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ആ ജനങ്ങളെ പരിഗണിച്ചിട്ടാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയത്തെ തീരുമാനിക്കുന്നത് എന്നുള്ളത് ആണ്. ഇതൊരു വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമല്ല, ഏത് പക്ഷത്ത് നമ്മൾ നിൽക്കണം എന്നുള്ള ആലോചനയുടെ മാനദണ്ഡം എന്താകണം എന്ന അന്വേഷണത്തിൽ ഇത് പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അത് വിദ്യാഭ്യാസത്തിനും നമ്മുടെ ഗവേഷണ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ജ്ഞാനോൽപാദനത്തിനുമെല്ലാം ബാധകമായിട്ടുള്ള ഒന്നാണ്. ഏത് പക്ഷത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജ്ഞാനോൽപാദനം നടക്കുന്നത് എന്നുള്ളതാണ്. ഏതു പക്ഷത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അക്കാദമിക പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന ചോദ്യം. കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്ന ഏറ്റവും വലിയ നുണകളിലൊന്ന് വിദ്യാഭ്യാസം നിഷ്പക്ഷമായിട്ടുള്ള ഒന്നാണ് എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ ഷുഡ് ബി ന്യൂട്രൽ എന്നുള്ള നുണ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവിടെ രാഷ്ട്രീയം കലരരുത്, അതിന് രാഷ്ട്രീയമില്ല എന്നുള്ളത്. ഇത് നമ്മൾ കേട്ട ഏറ്റവും വലിയ നുണകളിൽ ഒന്നാണ്. പൗലോ ഫ്രെയർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള മർദ്ദനത്തിൻ്റെ ബോധനശാസ്ത്രം, മർദ്ദിതരുടെ ബോധനശാസ്ത്രം, വിദ്യാഭ്യാസത്തെക്കുറിച്ച് വലിയ വീക്ഷണങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പൗലോ ഫ്രെയർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വാചകങ്ങളിലൊന്ന്, ഒരു അധ്യാപകൻ്റെ ഏറ്റവും ആദ്യത്തെ ഉത്തരവാദിത്തങ്ങളിലൊന്ന് നിഷ്പക്ഷനല്ലാതിരിക്കുക എന്നതാണ്. കാരണം നിഷ്പക്ഷമായൊരു വിദ്യാഭ്യാസം എന്നുള്ള ഒന്നില്ല. ലോകത്തെല്ലായിടത്തും ഓരോ കാലഘട്ടത്തിലെയും വിദ്യാഭ്യാസത്തിൻ്റെ സ്വഭാവം നിശ്ചയിച്ചത്
ആ കാലഘട്ടത്തിലെ ഭരണകൂടത്തിൻ്റെ താല്പര്യം ആണ്. നിങ്ങൾ ഇന്ത്യ എടുത്തു നോക്കുക, കൊളോണിയൽ വിദ്യാഭ്യാസ നയത്തെ എടുത്തു നോക്കുക, കൊളോണിയൽ വിദ്യാഭ്യാസത്തിന് മുമ്പുള്ള ഗുരുകുല വിദ്യാഭ്യാസത്തെ എടുത്തു നോക്കുക. ഇതെല്ലാം ആ കാലത്തെ അധികാരമുള്ള വർഗത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് സമൂഹത്തെ നിർമ്മിച്ചെടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഏകലവ്യൻ ഉണ്ടാകുന്നത്. ഏകലവ്യൻ്റെ പെരുവിരൽ അറുത്തു മാറ്റുമ്പോൾ ചോദ്യങ്ങൾ ഉയരാത്തത്. കാരണം ഏകലവ്യന്മാർ വിദ്യ അഭ്യസിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല ആ കാലം. അതായിരുന്നില്ല ആ കാലത്തെ ഭരണവർഗത്തിൻ്റെ താല്പര്യം. 1935 പ്രസിദ്ധമായിട്ടുള്ള മെക്കാളെ മിനിറ്റ്സ് ഉണ്ടാകുന്നത്. എന്താണ് കൊളോണിയൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് സംശയങ്ങൾക്കതീതമായിട്ട് പ്രഖ്യാപിച്ചതായിരുന്നു മെക്കാളെ മിനിറ്റ്സ്. ആ മെക്കാളെ മിനിറ്റ്സിൽ പറയുന്നുണ്ട്, ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ലക്ഷ്യം എന്താണ്? കൊളോണിയൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെത്, വി ഹാവ് ടു ക്രിയേറ്റ് എ ക്ലാസ് ഓഫ് കമ്മ്യൂണിറ്റി. നമുക്കൊരു പുതിയ ഒരു തലമുറയെ, ഒരു വർഗത്തെ നിർമ്മിച്ചെടുക്കണം. എങ്ങനെയുള്ള വർഗം? രക്തത്തിലും നിറത്തിലും ഇന്ത്യക്കാരായിരിക്കുകയും അഭിരുചിയിലും അഭിപ്രായത്തിലും ചിന്താഗതിയിലും ബ്രിട്ടീഷുകാരായിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കണം. എന്തിന് ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കണം? അങ്ങനെ ഉള്ള ഒരു വിഭാഗം ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടാൽ അവരായിരിക്കും ഇന്ത്യയിൽ നടന്നു വരുന്ന ബ്രിട്ടീഷ് കൊള്ളയുണ്ട്, ആ ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണത്തിന് കൂലിവേല ചെയ്യുന്ന ഒരു വിഭാഗത്തെ ഇന്ത്യയിൽ നിന്ന് നിർമ്മിച്ചെടുക്കണം. ഇതായിരുന്നു കൊളോണിയൽ വിദ്യാഭ്യാസ നയത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ മനസ്സിലിപ്പോൾ കൊളോണിയലിസത്തിൻ്റെ ക്രൂരതകൾ വലിയ ശതമാനം മാഞ്ഞു പോയി കളഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ശരാശരി ഇന്ത്യയുടെ പൊതുബോധത്തിൽ ഇന്ത്യക്കാരുടെ ശത്രു ആരാ? ഇന്ത്യക്കാരുടെ ശത്രു പാകിസ്ഥാനിലുള്ള മനുഷ്യരാണല്ലേ, തൊട്ടപ്പുറത്തുള്ള മനുഷ്യര് ആണ്. ഒരേ സമരത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ്, ഒരേ സമരത്തിൽ രക്തസാക്ഷികളായിട്ടുള്ള മനുഷ്യരാണ്. എത്രയോ ഉദാഹരണങ്ങൾ. സിന്ധിൽ, ഹൈദരാബാദ് പാകിസ്ഥാനിലുള്ളൊരു നാടിൻ്റെ പേര് ഹൈദരാബാദ് എന്നാണ്. സിന്ധ് പാകിസ്ഥാനിലാണ് ഉള്ളത്, പഞ്ചാബ് പാകിസ്ഥാനിൽ ഉണ്ട്. ഒരേ സംസ്കാരത്തിൻ്റെ, ഒരേ സമരത്തിൻ്റെ, ഒരേ ചരിത്രഗതിയുടെയൊക്കെ ഭാഗമായിരുന്ന ഒരു ജനതയാണ്. രണ്ടതിരുകൾക്കപ്പുറത്താണ്. എന്നാൽ ആരോടല്ല നമ്മുടെ വിദ്വേഷം ബാക്കിയായിട്ടുള്ളത്? ഇന്ത്യയെ കൊള്ളയടിച്ചിട്ടുള്ള കൊളോണിയലിസത്തോടല്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? അതുകൊണ്ടാണ് സർദാർ ഉദ്ധം സിംഗ് എന്ന് പറയുന്ന സിനിമ റിലീസായി. സർദാർ ഉദ്ധം, ആ സിനിമ ഓസ്കാറിന് അയക്കണ്ട എന്ന് ഇന്ത്യയുടെ ഭരണകൂടം തീരുമാനിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്തിനാണ് നമ്മൾ പഴയ കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ ആ ബ്രിട്ടീഷുകാരെ വിഷമിപ്പിക്കുന്നത് എന്നുള്ളതായിരുന്നു. ഏത് ഭരണകൂടം? 45 ട്രില്യൺ ഡോളറാണ് 2 നൂറ്റാണ്ട് കൊണ്ട് ഇന്ത്യയിൽ നിന്നും കൊളോണിയലിസം കൊള്ളയടിച്ചു കൊണ്ടുപോയത് എന്നുള്ളതാണ് ഉത്സ പട്നായിക് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തിയിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. 45 ട്രില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ, $1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടിയാണ്. 45 ട്രില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ UK-യുടെ GDP-യുടെ 3 ഇരട്ടിയാണ്. ഇന്നത്തെ UK-യുടെ GDP. ഒരു കാലത്ത് ലോകത്തെ മൊത്തം GDP-യുടെ 18% ഉണ്ടായിരുന്ന നാടായിരുന്നു ഇന്ത്യ. ഈ പറയുന്ന ഈ ഭൂപ്രദേശം. ലോകത്ത് ഏറ്റവും നല്ല നെയ്ത്ത്, ഏറ്റവും നല്ല വസ്ത്രം, ഏറ്റവും നല്ല പലതരത്തിലുള്ള വിഭവങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരുന്ന നാടായിരുന്നു ഇന്ത്യ. ആ ഇന്ത്യ, ഈ പ്രദേശം ലോകത്തെ ഏറ്റവും ദരിദ്ര രാജ്യമായിട്ട് മാറുന്നുണ്ട് ഈ കൊളോണിയൽ കൊള്ള കഴിയുമ്പോൾ. ശരിക്കും ഇന്ത്യയിലെ ജനങ്ങൾ അടിയുറച്ച കൊളോണിയൽ വിരുദ്ധ ബോധം തിളച്ചു മറിയുന്ന ജനതയായിട്ട് മാറണമായിരുന്നു. എന്തേ അത് മാറാത്തത് ഏത് തരത്തിലുള്ള ബോധമാണ് ഇന്ത്യയിലെ ഭരണകൂടം നിർമ്മിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അതുകൊണ്ടാണ് മാർക്സും എംഗൽസും ഒക്കെ പറയുന്നത്, ഓരോ സമൂഹത്തെയും ഭരിക്കുന്ന ബോധം, ആശയം ആ സമൂഹത്തെ ഭരിക്കുന്ന അധികാരവർഗത്തിൻ്റെ ആശയമായിരിക്കും എന്നുള്ളത്. നിങ്ങൾ ഒരു സമൂഹം എങ്ങനെ ചിന്തിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ സമൂഹത്തിൻ്റെ ഭരണകൂടം ആണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. അതുകൊണ്ടാണ് മെക്കാളെ എന്ത് പറഞ്ഞത്? UK-യിൽ നിന്ന്, ലണ്ടനിൽ നിന്ന് അവിടുത്തെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന കൂലി കൊടുത്ത്
ഈ കൊളോണിയൽ പ്രൊജക്റ്റിന് കൂലിവേല ചെയ്യുന്ന ആളുകളെ കൊണ്ടുവരുന്നതിന് പകരം ഇതേ മണ്ണിലെ ജനങ്ങളെ പരിശീലിപ്പിച്ചെടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഈ നാടിന്റെ കൊളോണിയൽ കൊള്ള ശക്തമാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസ ക്രമം ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന ആധുനിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ ആരംഭിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിനൊരു അപകടം കൂടി ഉണ്ടായിരുന്നു. കൊളോണിയൽ കൊള്ളക്ക് വേണ്ടിയിട്ട്, ഈ ചൂഷണത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ ക്രമം ഇന്ത്യയിൽ ആരംഭിക്കുമ്പോൾ തന്നെ അതേ വിദ്യാഭ്യാസം തന്നെ ഇന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിലേക്ക് ഊർജമായിട്ട് മാറാനും പിന്നീട് കാരണമായിട്ട് മാറുന്നുണ്ട്. അങ്ങനെയാണ് ചരിത്രത്തിൽ ഡയലറ്റിക്സ് വർക്ക് ചെയ്യുക. എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം ആരംഭിച്ചത്, അതേ ആധുനിക വിദ്യാഭ്യാസം തന്നെ ഇന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരങ്ങൾക്കുള്ള കേന്ദ്രമായിട്ട് മാറാൻ വേണ്ടിയിട്ടും ഇടയാകുന്നുണ്ട്, അതിനുള്ള ഇന്ധനമായിട്ടും മാറുന്നുണ്ട് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്, ബ്രിട്ടീഷ് ഭരണം കൊളോണിയലിസം അവസാനിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ പുതിയ വ്യവസായ നയം ആരംഭിക്കുന്നുണ്ട്. ആ വ്യവസായ നയം അറിയപ്പെട്ടിരുന്നത് ശരിക്കും ടാറ്റ ബിർള പ്ലാൻ എന്നാണ്. 1940 കൂടിയിട്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട് അതിൻ്റെ ഒരു അവസാന ദശകത്തിലേക്ക് കടക്കുന്ന സമയത്താണ് അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള ഇന്ത്യ ആയിരിക്കണം കെട്ടിപ്പടുക്കപ്പെടേണ്ടത് എന്നുള്ള ചർച്ച ആരംഭിക്കുന്നത്. 1944 ബോംബെയിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അക്കാലത്തെ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ ടാറ്റ, ബിർള, മഫറ്റ് ലാലൊക്കെ ഉൾപ്പെടെയുള്ള ആ സമയത്തെ വലിയ വ്യവസായികൾ, ഇന്ത്യയിലെ വലിയ മുതലാളിമാർ ഒത്തുചേർന്നിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കാണ്. ആ പ്ലാൻ അറിയപ്പെടുന്നത് ബോംബെ പ്ലാൻ എന്നാണ്. അത് ടാറ്റ ബിർള പ്ലാൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അവർ ഇന്ത്യയിലെ ഭരണകൂടത്തിന് മുന്നിൽ, പുതിയ ഗവൺമെന്റിന് മുന്നിൽ ഒരാവശ്യം മുന്നോട്ട് വെക്കാണ്. അതിലവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ പൊതുമേഖല, ഏറ്റവും വലിയ വ്യാവസായിക മേഖലകൾ, അത് ഇരുമ്പയിരാകട്ടെ, റെയിൽവേ ആകട്ടെ, കമ്മ്യൂണിക്കേഷൻ ആകട്ടെ, ഏറ്റവും വലിയ മുതൽ മുടക്കുള്ള മേഖലകൾ എന്തിൻ്റെ കീഴിലായിരിക്കണം? ഗവൺമെന്റിന്റെ ഉടമസ്ഥതയുടെ കീഴിലായിരിക്കണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? അത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ലോകത്തെ മുതലാളിമാരോട് മത്സരിക്കാൻ ഇന്ത്യയിലെ മുതലാളിമാർക്ക് അന്ന് ശേഷിയുണ്ടായിരുന്നില്ല. ടാറ്റയ്ക്കും ബിർളക്കും ആരോട് മത്സരിക്കാൻ വേണ്ടി പറ്റില്ല? ലണ്ടനിലെ അല്ലെങ്കിൽ വലിയ മുതലാളിത്ത രാജ്യങ്ങളിലെ അതിസമ്പന്നരോട്, മുതലാളിമാരോട് മത്സരിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഇന്ത്യയിലെ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോയി, ഇന്ത്യ മാത്രമല്ല ഈ കോളനി രാജ്യങ്ങളിലെ മുഴുവൻ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ട് ഈ മുതലാളിത്ത രാജ്യങ്ങളിലെ, യൂറോപ്യൻ രാജ്യങ്ങളിലെ നഗരങ്ങളിലെ വലിയ മുതലാളിമാർ അവിടെ രൂപം കൊണ്ടു കഴിഞ്ഞു. അവരോട് മത്സരിക്കാനുള്ള ശേഷി ആർക്കില്ല? ഇന്ത്യയിലെ മുതലാളിമാർക്ക് ഇല്ല. അപ്പോഴാണ് അവർ പറയുന്നത് ഈ മേഖലകൾ പരിപൂർണമായിട്ടും ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ ആയിരിക്കണം. കാരണം ഇവർക്കത് ഏറ്റെടുത്ത് നടത്താനുള്ള ശേഷി ഇന്ത്യയിലെ മുതലാളിമാർക്ക് ഇല്ല. ആ ബോംബെ പ്ലാനാണ്, ടാറ്റ ബിർള പ്ലാൻ എന്നറിയപ്പെടുന്ന ആ പ്ലാനാണ് സ്വതന്ത്ര ഇന്ത്യയിലെ വ്യവസായ നയത്തിൻ്റെ സ്വഭാവത്തെ രൂപീകരിച്ചത്. ആളുകൾ പറയും ആദ്യകാലത്ത് പൊതുമേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന്. അത് സുസ്ഥിരമായ ഒന്നായിരുന്നില്ല ഇന്ത്യയിൽ. ഇന്ത്യൻ ഭരണകൂടം അതെല്ലാ കാലത്തേക്കുമായി നടത്തിയതായിരുന്നില്ല, മറിച്ച് അതൊരു ഇന്റർവെൽ പീരീഡ് ആയിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യയിലെ മുതലാളി വർഗത്തിന് സ്വതന്ത്രമായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലഘട്ടത്തെ ഇന്ത്യൻ ഭരണകൂടം തയ്യാറാക്കുകയായിരുന്നു. അങ്ങനെ തയ്യാറാക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ ക്രമം ഇന്ത്യയിൽ ഉണ്ടാകണം. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം കൊളോണിയൽ ഭരണം അവസാനിക്കുമ്പോൾ ഇന്ത്യയുടെ സാക്ഷരത 13%. 13% മാത്രം സാക്ഷരതയുള്ള ഒരു നാട്ടിൽ ഒരു തരത്തിലുള്ള വ്യാവസായിക പുരോഗതിയും നേടിയെടുക്കാൻ വേണ്ടി പറ്റില്ല. അവിടുത്തെ മാർക്കറ്റിനെ വിപുലീകരിക്കാൻ വേണ്ടി പറ്റില്ല. എന്ത് വേണം? വലിയ ബഹുജന വിദ്യാഭ്യാസ യജ്ഞം ആരംഭിക്കണം. എന്ന് വെച്ചാൽ പരമാവധി ആളുകൾക്ക് പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കണം. ഈ രാജ്യത്തിൽ സ്വതന്ത്രമായിട്ടുള്ള വ്യവസായങ്ങൾ ഉയർന്നു വരണമെങ്കിൽ സാങ്കേതികമായ കഴിവും ശേഷിയുമുള്ള വിഭാഗത്തെ ഈ രാജ്യത്ത് പരിശീലിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അങ്ങനെയാണെങ്കിൽ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരണം. അങ്ങനെയാണ് IIT-കൾ ഇന്ത്യയിൽ വരുന്നത്. അങ്ങനെയാണ് പോളിടെക്നിക്കുകൾ ഇന്ത്യയിൽ വരുന്നത്. മാനേജ്മെന്റ് സ്കില്ലുള്ള ഒരു വിഭാഗത്തെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടി പറ്റണം. അങ്ങനെയാണ് IIM-കൾ വരുന്നത്. ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഈ സ്ഥാപനങ്ങളെല്ലാം വരുന്നത്
ആ കാലത്തെ ഇന്ത്യയുടെ വ്യവസായ നയത്തിന് സമാന്തരമായിട്ടായിരുന്നു എന്ന് കാണാൻ നമുക്ക് സാധിക്കും. എന്ത് സംഭവിച്ചു? ഇതിൻ്റെ തുടർച്ചയിൽ 1990 ആകുന്നതോടുകൂടി ഒരു 40 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ മുതലാളി വർഗം ലോകത്തിലെ മുതലാളിത്തത്തോട് മത്സരിക്കാൻ നേർക്ക് നിൽക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്ക് തടിച്ച് വളർന്നു. 1950 ടാറ്റയുടെ ആസ്തി 150 കോടിയായിരുന്നു. 150 കോടി 1989 ആകുമ്പോഴേക്കും 9543 കോടിയായിട്ട് ആ സമ്പത്ത് വർദ്ധിച്ചു. 107 കോടിയായിരുന്നു ബിർളയുടെ ആസ്തി 1950. അത് 8600 കോടിയോളമായിട്ട് 40 വർഷത്തിനിടയിൽ വർദ്ധിച്ചു. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏത് വലിയ മേഖലയെയും കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി പറ്റുന്നൊരു സമ്പത്തിലേക്ക് ഇന്ത്യയിലെ മുതലാളി വർഗം വളർന്നു വന്നു. ആ ഘട്ടത്തിലാണ് ഇന്ത്യയുടെ പോളിസിയിൽ എന്ത് കൊണ്ടുവരുന്നത്? ഗ്ലോബലൈസേഷൻ കൊണ്ടുവരുന്നത്. 1990 കൂടിയിട്ട് ഇന്ത്യയുടെ കാർഷിക മേഖല, വിദ്യാഭ്യാസ മേഖല, വ്യാവസായിക മേഖല മുഴുവൻ മുതലാളിമാർക്ക് തുറന്നു കൊടുക്കുന്ന ഗ്ലോബലൈസേഷൻ്റെ, സ്വകാര്യവൽക്കരണത്തിൻ്റെ, വാണിജ്യവൽക്കരണത്തിൻ്റെ, ആഗോളവൽക്കരണത്തിൻ്റെ ഒരു നയത്തിലേക്ക് ഇന്ത്യ കടന്നു വന്നു. 1990 കൂടിയിട്ടുള്ള ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയത്തിലും ഈ മാറ്റം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇനി എല്ലാവർക്കും സൗജന്യമായി വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളൊരാവശ്യം ഇന്ത്യൻ ഭരണകൂടത്തിന് മുന്നിൽ ഇല്ലാതായി മാറിക്കഴിഞ്ഞു. അതോടുകൂടിയിട്ടാണ് മാറ്റം വരുന്നത്. 1986 ഇതേ നയത്തിലേക്ക് ഇന്ത്യ കടക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ പുതിയ വിദ്യാഭ്യാസ നയം 1986 വരുന്നത്, രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ. ആ കാലത്താണ് നവോദയ വിദ്യാലയങ്ങൾ ഉണ്ടാകുന്നത്. നവോദയയിൽ പഠിച്ച ആളുകൾ ഒരുപക്ഷെ ഇക്കൂട്ടത്തിൽ ഉണ്ടാകുമായിരിക്കും. എന്തുകൊണ്ടാണ് നവോദയ വിദ്യാലയം ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാലയമായിട്ട് മാറാത്തത്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? സെന്റർ ഓഫ് എക്സലൻസ് എന്നാണ് അതിനെ വിളിക്കുക, അല്ലെ? മികവിന്റെ ഒരു കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മുഴുവൻ കുട്ടികളെയും മികവിന്റെ കേന്ദ്രങ്ങളിൽ പഠിക്കണം എന്ന തോന്നൽ ഇന്ത്യയുടെ ഭരണകൂടത്തിന് ഉണ്ടാകാത്തത്? ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത്രയേറെ ആളുകൾ, അത്രമാത്രം പരിശീലനം ലഭിക്കുന്ന സാഹചര്യം ഇന്ത്യയിൽ ആവശ്യമില്ല. ഒരു വിഭാഗത്തെ മാത്രം നിർമ്മിച്ചെടുത്താൽ മതി. അതിനു വേണ്ടിയിട്ടാണ് നവോദയ വിദ്യാലയങ്ങൾ ഉണ്ടാകുന്നതും പൊതുവിദ്യാഭ്യാസത്തിന് പൂർണ്ണമായിട്ടും ഈ ഒരേ പരിഗണന, ഒരേ തരത്തിലുള്ള ഒരു നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. 1990 ശേഷം ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖല സ്വകാര്യവൽക്കരണത്തിന് വലിയ തോതിൽ തുറന്ന് കൊടുക്കപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ കണ്ട കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ അത് അതിൻ്റെ തീവ്രതയിലേക്ക് കടന്നുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി IIT-കളിലും IIM-കളിലും പോലും പൊതുവിദ്യാഭ്യാസം ആവശ്യമില്ല എന്നുള്ള നിലയിലേക്ക് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖല മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് IIT-കളിലെ ഫീസ് 10 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുകയാണ്. IIM-കളിലെ ഫീസ് വർദ്ധിപ്പിക്കുകയാണ്. അവിടെ പഠിക്കുന്ന ആളുകളോട് ഇപ്പോൾ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. അതിൻ്റെ കാരണം ഇന്ന് ഇന്ത്യയിലെ ഒരു വിദ്യാർത്ഥിക്കും സൗജന്യമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കേണ്ട കാര്യം ഇന്ത്യയിലെ ഭരണകൂടത്തിന് ഇല്ല. മറിച്ച് വിദ്യാഭ്യാസത്തെ പരിപൂർണമായിട്ടും അവരുടെ ഇന്ത്യയിലെ മുതലാളിത്തത്തിന്റെ താല്പര്യത്തോട് ചേർത്ത് നിർത്തിയിട്ട് കാണാനാണ് ഇന്ന് ഇന്ത്യയിലെ ഭരണകൂടം തയ്യാറാകുന്നത്. ഇത് തന്നെയാണ് വിദ്യാഭ്യാസത്തിന് രാഷ്ട്രീയമുണ്ടോ എന്ന ചോദ്യത്തിൻ്റെയും ഉത്തരം. വിദ്യാഭ്യാസത്തിന് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അതത് കാലഘട്ടത്തിലെ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയം ആണ്. അതിനെതിരായിട്ടുള്ള സമരമാണ് വിദ്യാഭ്യാസത്തെ ജനാധിപത്യവൽക്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമരം. അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ക്യാമ്പസുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇപ്പോൾ നേരത്തെ സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചു, ശാസ്ത്രത്തിന് രാഷ്ട്രീയമുണ്ടോ? നമ്മൾ കേട്ട ഏറ്റവും മറ്റൊരു വലിയ നുണകളിലൊന്ന് സയൻസിന് രാഷ്ട്രീയമില്ല എന്നുള്ളതാണ്. അത് സാങ്കേതികല്ലേ, അവിടെ എന്ത് രാഷ്ട്രീയം എന്നുള്ളതാണ്. സയൻസിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്തുകൊണ്ട് ശാസ്ത്രം പഠിക്കുന്നവർക്ക് രാഷ്ട്രീയം ഉണ്ടായിരിക്കണമെന്ന് ലോകത്തോട് ഏറ്റവും വ്യക്തതയോടുകൂടി പറഞ്ഞ മനുഷ്യരിൽ ഒരാളുടെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നാണ്. 1949 മന്ത്ലി റിവ്യൂ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം അമേരിക്കയിൽ നിന്ന് അത് ആരംഭിച്ചത്. 1949 മെയ് മാസത്തിലാണ്. അതിൻ്റെ ആദ്യത്തെ ലക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവർ സ്റ്റോറി എഴുതിയ ആളുടെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നായിരുന്നു.
ആ കവർ സ്റ്റോറിയുടെ തലക്കെട്ട് വൈ സോഷ്യലിസം എന്നാണ്. എന്തുകൊണ്ട് സോഷ്യലിസം എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ശാസ്ത്രം ഒരു ലക്ഷ്യത്തെയും നിർമ്മിക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നിൻ്റെ പേരല്ല ശാസ്ത്രം. ലക്ഷ്യത്തെ ആരാണ് നിർമ്മിക്കുക? ധാർമ്മികമായ സാമൂഹിക ബോധമുള്ള ഒരു ജനതയാണ് ലക്ഷ്യത്തെ നിർമ്മിക്കുക. അവർക്ക് ആ യാത്രയിൽ സയൻസിന് എന്ത് ചെയ്യാം? സയൻസിനെ അതിനു വേണ്ടിയിട്ടുള്ള ഉപകരണമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. ആര് ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. എന്നിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്ന ഒരു കാര്യം, ഇന്നത്തെ ലോകം, മുതലാളിത്തത്തിന്റെ ലോകം, സ്വകാര്യ മൂലധനത്തിന്റെ ലോകം മനുഷ്യരെ കൂടുതൽ കൂടുതൽ സങ്കുചിതരാക്കിയിട്ട് മാറ്റുകയാണ്. മനുഷ്യരെ കൂടുതൽ മത്സര ബുദ്ധിയുള്ളവരാക്കിയിട്ട് മാറ്റുകയാണ്. ഇതിനെ മറികടക്കണമെങ്കിൽ സോഷ്യലിസ്റ്റ് സാമ്പത്തിക ക്രമത്തിൽ ഉള്ള ഒരു വിദ്യാഭ്യാസ സോഷ്യലിസ്റ്റ് സമൂഹത്തിലുള്ള ഒരു വിദ്യാഭ്യാസ ക്രമം ഈ സമൂഹത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞയാളുടെ പേരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നുള്ളത്. ശാസ്ത്രത്തിന് രാഷ്ട്രീയമുണ്ട്. ഇപ്പം മെഡിക്കൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവുമല്ലോ, ഏറ്റവും കൂടുതൽ അരാഷ്ട്രീയമായി കൊണ്ടിരിക്കുന്ന ഒരു മേഖല ആരോഗ്യ വിദ്യാഭ്യാസ മേഖല എന്നുള്ളതാണ്. എന്താ ആരോഗ്യത്തിൻ്റെ ഡെഫിനിഷൻ? ആരോഗ്യത്തിൻ്റെ നിർവചനം എന്താ? ആരോഗ്യ വിദ്യാർത്ഥികൾ പഠിക്കുന്ന WHO നിർവചനം ഉണ്ട്. എന്താ അത്? ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ്, നോട്ട് ജസ്റ്റ് ദ ആബ്സെൻസ് ഓഫ് ഇൽനെസ്, റൈറ്റ്? രോഗാണു ശരീരത്തിൽ ഇല്ലാത്തൊരവസ്ഥയുടെ പേരല്ല ആരോഗ്യം എന്നുള്ളത്, മറിച്ച് അത് സമ്പൂർണമായ സാമൂഹികവും മാനസികവും ശാരീരികവുമായ സുസ്ഥിരതയുടെ പേരാണ് എന്നുള്ളത്. ഗാസയിൽ ഏറ്റവും ഒടുവിൽ നടന്ന ഒരു പഠനത്തിൽ പറയുന്നൊരു കണക്ക്, അവിടുത്തെ 89% കുട്ടികളും അവർക്കുറക്കം പൂർത്തിയാക്കാൻ വേണ്ടി പറ്റാതെ ഞെട്ടി എഴുന്നേൽക്കുന്നു എന്നുള്ളതാണ്. ആ കുഞ്ഞുങ്ങൾ കരുതുന്നത് മരണം തങ്ങളുടെ തൊട്ട് മുന്നിലുണ്ട് എന്നുള്ളത് ആണ്. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടൊരു നാട് കൂടിയാണ് ഇവിടെ ഗാസ. ആശുപത്രികൾ തകർക്കപ്പെട്ട സ്ഥലമാണ്. 18,000-ഓളം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിട്ടുള്ള ഇടമാണ് ഗാസ. ഗർഭിണികളെ പാർപ്പിച്ചിരിക്കുന്ന, ചികിത്സ തേടുന്ന ആശുപത്രികൾക്ക് മുകളിൽ ബോംബ് വന്നു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തേ ലോകത്തെ ആരോഗ്യ പ്രവർത്തകർ ഇതിനെതിരായിട്ടുള്ള സമരം നയിക്കുന്നത് നമ്മൾ കണ്ടില്ല? ഈ സമരത്തിന്റെ ഏറ്റവും മുന്നിൽ ഉണ്ടായിരിക്കേണ്ട വിഭാഗം ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് ഈ ലോകത്തെ ആരോഗ്യ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്, ആരോഗ്യ പ്രവർത്തകരാണ് എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഇതിനെതിരായ സമരത്തിന്റെ കേന്ദ്രമായി വരുന്നത് നമ്മൾ കാണുന്നില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ട നാടിന്റെ പേരാണ് ഗാസ, പലസ്തീൻ. 100-ലധികം മാധ്യമ പ്രവർത്തകരാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ, ഈ കഴിഞ്ഞ ആഴ്ച ഉൾപ്പെടെ 5 പേരാണ് കൊല്ലപ്പെട്ടത്. അവിടത്തേക്ക് പോയ പലസ്തീൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയ 3-ൽ 1 മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ കൊല്ലപ്പെട്ട ഒരു നാടാണ് ഗാസ. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളിൽ അതിനെതിരായിട്ടുള്ള ഒരു സമരം നമ്മൾ കണ്ടോ? പലസ്തീൻ എന്താ കേരളത്തിലാണോ എന്നാണ് ഒരു മാധ്യമ പ്രവർത്തകൻ നമ്മളോട് ചോദിച്ചത്. എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ അതിൻ്റെ സാമൂഹിക ലക്ഷ്യത്തിൽ നിന്നും അടർത്തി മാറ്റുന്നതിൽ ഭരണകൂടങ്ങൾ വിജയിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത്. വിദ്യാഭ്യാസത്തിന് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് പുരോഗമന ചിന്തയുടെ രാഷ്ട്രീയത്തെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ചോദ്യം. രാംദാസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലാണ് മുംബൈയിൽ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ് മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. 2 വർഷത്തേക്ക് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഈ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള മുംബൈ ഹൈക്കോടതിയുടെ വിധി കൂടി കണ്ടിട്ടുണ്ടാകും. രാംദാസിനെ 2 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുള്ള നടപടി ആ കോടതി ശരിവച്ചിരിക്കുകയാണ്. എന്താ രാംദാസ് ചെയ്ത കുറ്റം എന്നറിയോ? രാംദാസ് മലയാളിയായ ഒരു വിദ്യാർത്ഥിയാണ്, ദളിതനായ വിദ്യാർത്ഥിയാണ്, ഒരു 1-ാം തലമുറ വിദ്യാർത്ഥിയാണ്, ഏറ്റവും പ്രതിഭാശാലിയായിട്ടുള്ള വിദ്യാർത്ഥികളിൽ ഒരാളാണ്. ഒരു 1-ാം തലമുറ വിദ്യാർത്ഥിക്ക്, ദളിതനായ 1-ാം തലമുറ വിദ്യാർത്ഥിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ക്യാമ്പസുകളിലൊന്നായിട്ടുള്ള ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ എത്തിച്ചേരുക എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൽ അവൻ കടന്നുപോയിട്ടുള്ള സമരങ്ങളുടെ ഒരു ആഴം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക.
അവനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യം ഇയാൾ ദേശദ്രോഹ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്നാണ്. എന്താ ദേശദ്രോഹ പ്രവർത്തനം? ആനന്ദ് പട്വർദ്ധന്റെ രാം കെ നാം എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ്. പുതിയ വിദ്യാഭ്യാസ നയത്തിനെതിരെ ഡൽഹിയിൽ നടന്ന 16 വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയിട്ടുള്ള സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളത് ആണ്. എ യൂണിവേഴ്സിറ്റി സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമനിസം, ഫോർ ടോളറൻസ്, ഫോർ ദ അഡ്വഞ്ചർ ഓഫ് ഐഡിയാസ്. ഒരു യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മാനവികതയ്ക്ക് വേണ്ടിയിട്ടാണ്, സഹിഷ്ണുതയ്ക്ക് വേണ്ടിയിട്ടാണ്, ആശയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതിസാഹസികമായിട്ടുള്ള അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, സ്വതന്ത്ര ചിന്തകൾക്ക് വേണ്ടിയിട്ടാണ്. പറഞ്ഞ മനുഷ്യന്റെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്. JNU ക്യാമ്പസിലെ നെഹ്റുവിൻ്റെ പ്രതിമയുടെ താഴെ ആ വാചകം എഴുതി വച്ചിട്ടുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ഇന്ന് എന്തിനു വേണ്ടിയിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ് ചോദ്യം. ജേക്കബ് ലിൻഡൻ താൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ആരാ ജേക്കബ് ലിൻഡൻ താൻ എന്നറിയോ? ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയ സമയത്ത് ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് പുറത്താക്കപ്പെട്ട മനുഷ്യന്റെ പേരാണ് ജേക്കബ് ലിൻഡൻ താൻ. അയാളൊരു മുസ്ലിം അല്ല, അയാൾ ഒരു ഇന്ത്യൻ പൗരൻ പോലും അല്ലായിരുന്നു. അദ്ദേഹം ജർമ്മനിയിൽ നിന്നും IIT മദ്രാസിലേക്ക് ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്ന ഒരാളാണ്. അപ്പോഴാണ് ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള സമരം നടക്കുന്നത് പലയിടത്തും. IIT മദ്രാസിലെ വിദ്യാർത്ഥികൾ ആ സമരത്തിന്റെ മുന്നിൽ നിന്നു. ആ സമരത്തിന്റെ മുന്നിലേക്ക് ജേക്കബ് ലിൻഡൻ താനും അണിചേർന്നു. എന്നിട്ട് അയാളൊരു ബോർഡ് അയാളുടെ കയ്യിലുണ്ടായിരുന്നു, ഒരു പ്ലക്കാർഡ്. ആ പ്ലക്കാർഡിൽ അദ്ദേഹം എഴുതി, ഫ്രം 1932 to 1945 we have been there. 1932 മുതൽ 1945 വരെ എൻ്റെ നാട്, നിങ്ങളിപ്പം പോകാൻ വേണ്ടി പോകുന്ന ഇരുണ്ട യുഗമുണ്ടല്ലോ, മതത്തിന്റെ പേരിൽ മനുഷ്യരെ വേർതിരിക്കുന്ന ഈ കാലം, ആ ഇരുണ്ട കാലത്ത് എൻ്റെ നാടുണ്ടായിരുന്നു, നിങ്ങൾ അങ്ങോട്ട് സഞ്ചരിക്കരുത് എന്ന് തൻ്റെ നാടിൻ്റെ അനുഭവം ചൂണ്ടിക്കാട്ടിയിട്ട് അദ്ദേഹം ഒരു പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചു. ആ സമരത്തിൽ പങ്കെടുത്തതിന് തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തോട് ഈ രാജ്യം വിട്ടുപോകാൻ വേണ്ടി പറഞ്ഞു ഇന്ത്യയുടെ ഭരണകൂടം. ഗാന്ധിയുടെ നാടാണ്. എവിടെ സമരം ആരംഭിച്ച ഗാന്ധി? സൗത്ത് ആഫ്രിക്കയിൽ സമരം ആരംഭിച്ചിട്ടുള്ള ഗാന്ധിയുടെ നാട്. ഇതാണ് ഇന്ന് ഇന്ത്യയിലെ സർവകലാശാലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ വിദ്യാഭ്യാസ നയം വന്നു. പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ആ ലക്ഷ്യങ്ങളുടെ തുടക്കത്തിൽ പറയുന്ന വാചകങ്ങളിലൊന്ന്, ഇന്ത്യയിലെ വിദ്യാർത്ഥികളിൽ ഈ രാജ്യത്തെക്കുറിച്ചിട്ടുള്ള, ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചിട്ടുള്ള അഭിമാനബോധം ആഴത്തിൽ കുത്തിയിറക്കാൻ വരിക എന്നുള്ളതാണ് വിദ്യാഭ്യാസ നയത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതിൽ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, വിദ്യാർത്ഥികൾ ഈ രാജ്യത്തെക്കുറിച്ച് അഭിമാന ബോധം ഉള്ളവരായിട്ട് മാറേണ്ടതല്ലേ എന്നുള്ളത്. പക്ഷെ എന്താ പ്രശ്നം? വിദ്യാഭ്യാസ നയത്തിൻ്റെ ലക്ഷ്യം വിദ്യാർത്ഥികളിൽ അവർ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ച് അഭിമാന ബോധം മാത്രമുള്ളവരാക്കി മാറ്റുകയാണോ? എന്തിനെക്കുറിച്ച് അഭിമാനം ഉണ്ടാകേണ്ടത്? ഓരോ 20 മിനിറ്റിലും ഒരു ദളിതൻ ആക്രമിക്കപ്പെടുന്ന നാടിൻ്റെ പേരാണ് ഇന്ത്യ. ഓരോ 20 മിനിറ്റിലും ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന നാടിൻ്റെ പേരാണ് ഇന്ത്യ. ഓരോ 10 മിനിറ്റിലും ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന നാടിൻ്റെ പേരാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത യുവജനങ്ങൾ ഉള്ള നാടിൻ്റെ പേരാണ് ഇന്ത്യ. ഈ നാടിനെ കുറിച്ച് അഭിമാനമുള്ളവരാക്കി മാറ്റുകയാണോ ഈ നാടിൻ്റെ ഇന്നത്തെ സ്ഥിതിയിൽ രോഷമുള്ളവരാക്കിയിട്ട് വിദ്യാർത്ഥികളെ മാറ്റുകയും അതിൻ്റെ ഭാഗമായി കൂടുതൽ മെച്ചപ്പെട്ട ഒരു നാടിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധമാക്കിയിട്ട് വിദ്യാഭ്യാസത്തെ മാറ്റുകയാണോ വേണ്ടത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ ഉണ്ട്. അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും വിദ്യാഭ്യാസ നയം, സർവകലാശാലകൾ അതിൻ്റെ സ്വഭാവത്തെ രൂപീകരിച്ചിട്ടുള്ളത് അതത് കാലത്തെ ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങളാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ജനകീയ വിദ്യാഭ്യാസം, ജനാധിപത്യ വിദ്യാഭ്യാസം എന്നുള്ളത് നിരന്തര സമരങ്ങളുടെ ഒരു ഉൽപ്പന്നം കൂടിയാണ്. ഇവിടെയാണ് ഏത് തരത്തിലാണ് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസത്തെ കാണുക എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ ഉണ്ടാവുക. എങ്ങനെയാണ് പുതിയ കാലത്തെ ഗവേഷണത്തെ നമ്മൾ കാണുക എന്നുള്ളൊരു ചോദ്യം നമ്മൾ ഉണ്ടാവുക. ഇന്ന് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയെ കമ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിക്കാൻ വേണ്ടിയിട്ടാണ്. സയൻസിന് സാമൂഹ്യശാസ്ത്രവുമായിട്ട് ബന്ധമില്ല, സാമൂഹ്യശാസ്ത്രത്തിൽ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിന് ചരിത്രവുമായിട്ട് ബന്ധമില്ല, ചരിത്രത്തിന് പൊളിറ്റിക്സുമായിട്ട് ബന്ധമില്ല, തത്വചിന്തയുമായിട്ട് ബന്ധമില്ല. ഇതിനെല്ലാം എത്രത്തോളം പരമാവധി ചുരുക്കാനും കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഒതുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. എന്തിനെക്കുറിച്ചല്ല അന്വേഷിക്കുന്നത്?
മനുഷ്യ ചരിത്രത്തിൻ്റെ വിപ്ലവകരമായിട്ടുള്ള പ്രക്രിയകളെ കുറിച്ചിട്ടല്ല അന്വേഷണങ്ങൾ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഈ സമൂഹത്തെ കൂടുതൽ പുരോഗമന ചിന്തയിലേക്ക് നയിക്കുക എന്നുള്ളതല്ല അന്വേഷണങ്ങളായിട്ട് മാറുന്നത്. ജനകീയ വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കങ്ങളല്ല ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ എങ്ങനെ നമ്മുടെ ഗവേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ചോദ്യം. ആ ഗവേഷണം നമ്മുടെ നാട്ടിലെ സാമൂഹിക സമരങ്ങളുമായി ചേർത്ത് വെച്ച് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന എല്ലാ നിയമങ്ങളും, ഈ പോയിന്റും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ത്യയിൽ ഇന്നത്തെ ഭരണകൂടം കൊണ്ടുവന്നിട്ടുള്ള എല്ലാ നിയമങ്ങളും എടുത്തു നോക്കാം. കാർഷിക നിയമം 1 വർഷത്തിലധികം ഇന്ത്യയിലെ കർഷകർ ധീരമായി സമരം നടത്തിയിട്ടുള്ള ഒരു ഇന്ത്യയിലെ കാർഷിക നിയമങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സമരം നടന്നിരുന്നു. എന്തായിരുന്നു ആ കാർഷിക നിയമത്തിൻ്റെ കാതൽ? ആ കാർഷിക നിയമങ്ങളെ ഇന്ത്യയിലെ കർഷക പ്രസ്ഥാനങ്ങൾ വിളിച്ചത് നമ്മുടെ കാലത്താണ് കേട്ടോ നടന്നത്. 1 വർഷത്തിലധികം 10 ലക്ഷത്തിലധികം പേർ നേരിട്ട് പങ്കെടുത്ത ഒരു സമരം ഇന്ത്യയിൽ നടന്നു. ലോകത്തൊരു പക്ഷേ അതിന് സമാനമായൊരു സമരം അടുത്ത കാലത്ത് നടന്നിട്ടില്ല. 10 ലക്ഷത്തിലധികം ആളുകളാണ് ആ സമരത്തിൽ നേരിട്ട് പങ്കെടുത്തത്. 1 വർഷത്തിലധികമാണത് നീണ്ടു നിന്നത്. രാജ്യതലസ്ഥാനത്തിലേക്കുള്ള എല്ലാ പ്രവേശന കവാടങ്ങളും കർഷകർ പിടിച്ചെടുത്തു. കൊടിയ തണുപ്പും കൊടിയ ചൂടുമുള്ള സ്ഥലമാണ് ഉത്തരേന്ത്യ. കൊടിയ തണുപ്പിനെ അവർ അതിജീവിച്ചു, കൊടും ചൂടിനെ അവർ അതിജീവിച്ചു. 700ഓളം ആളുകൾ ആ സമരഭൂമിയിൽ രക്തസാക്ഷികളായിട്ട് മാറി. എന്നിട്ടും അവർ പിന്മാറിയില്ല. ആ സമരത്തിൽ എല്ലാ ടെന്റിലും ഈ സമര സേനാനികൾ പങ്കെടുത്ത എല്ലാ ടെന്റിലും, ആ ടെന്റുകൾ അവർ കെട്ടിയത് കൊടും ചൂടുകാലാണ്. കൊടും ചൂടുകാലത്തെ അവർ മറികടന്നിട്ടുള്ളത് ഈ പറയുന്ന പുല്ലുകൾ കൊണ്ട്, മൺകട്ടകൾ കൊണ്ട് ചെറിയ കുടിലുകൾ ഉണ്ടാക്കിയിട്ടാണ്. എന്നാൽ തണുപ്പ് വരുമ്പോഴോ, തണുപ്പ് കാലത്ത് അതിൽ നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഈ കുടിലുകൾ മാറ്റി അവിടെ ടാർപോളിൻ കൊണ്ട്, വലിയ കമ്പിളികൾ കൊണ്ട് പുതിയ ടെന്റുകൾ നിർമ്മിക്കായിരുന്നു. എങ്ങനെയാണ് ഒരു സമരം ഒരു മനുഷ്യരുടെ അതിജീവനത്തിന്റെ സർഗാത്മകതയുടെ ഏറ്റവും വലിയ കാഴ്ചയായി മാറുന്നത് എന്ന അനുഭവമായിരുന്നു നമ്മൾ കണ്ടത്. ആ സമരത്തിൽ പങ്കെടുത്ത ഓരോ ടെന്റിലും ഓരോ ട്രക്കിലും ആരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു? ഭഗത് സിംഗിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഈ സമരം, ഈ നയങ്ങൾ, ഈ കാർഷിക ബില്ലുകൾ എന്തുമാത്രമല്ല, കാർഷിക വിരുദ്ധം മാത്രമല്ല, ജനവിരുദ്ധം മാത്രമല്ല, ജനാധിപത്യ വിരുദ്ധം മാത്രമല്ല, ദീസ് ആർ ഡ്രക്കോണിയൻ ലോസ് എന്നാണ് പറഞ്ഞത്. ഇത് കൊളോണിയൽ സ്വഭാവമുള്ള നയമാണ് എന്നാണ് പറഞ്ഞത്. എന്താണോ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് അതിന് സമാനമായിട്ടുള്ള നയങ്ങളാണ് എന്നായിരുന്നു പറഞ്ഞത്. നിങ്ങളുടെ കൃഷിഭൂമിയിൽ എന്ത് കൃഷി ചെയ്യണമെന്ന്, എങ്ങനെ കൃഷി ചെയ്യണമെന്ന്, കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ ആർക്ക് വിൽക്കണമെന്ന് കൃഷിയിൽ ഇടപെടുന്ന കർഷകനല്ല തീരുമാനിക്കാൻ വേണ്ടി പറ്റുക. അതിൻ്റെ അവകാശം ഈ നാട്ടിലെ കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന നയമാണ് അത്. ഇന്ത്യയിലെ പുതിയ തൊഴിൽ നിയമത്തെ ഇന്ത്യയിലെ തൊഴിലാളി സംഘടനകൾ വിളിക്കുന്നത് ഡ്രക്കോണിയൻ നിയമങ്ങൾ എന്നാണ്. ലേബർ കോഡിന് എന്താ പ്രത്യേകത? ആ ലേബർ കോഡിന്റെ തൊഴിൽ നിയമത്തിന്റെ പ്രത്യേകത ഈ നാട്ടിലെ തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുകയല്ല, മറിച്ച് തൊഴിൽ സ്ഥാപനങ്ങളുടെ മുതലാളിമാരായിട്ടുള്ള കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. എത്ര സമയം വേണമെങ്കിലും അവരെ പണിയെടുപ്പിക്കാൻ വേണ്ടി പറ്റുന്ന രാഷ്ട്രീയമായിട്ടുള്ള പ്രതിനിധാനത്തിനുള്ള അവകാശം തൊഴിലാളികൾക്ക് നിഷേധിക്കുന്ന നിയമമാണ് ഇന്ത്യയിലെ തൊഴിൽ നിയമം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പുതിയ വിദ്യാഭ്യാസ നയം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വിദ്യാഭ്യാസ നയം ആണ്. ഇന്ത്യയെ ജനാധിപത്യവൽക്കരിക്കാനല്ല, ഇന്ത്യയുടെ സാമൂഹിക ശരീരത്തിലെ തൊട്ടുകൂടായ്മകളെ അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ല, തുല്യതയുടെ, നീതിയുടെ, സമത്വത്തിൻ്റെ, മതനിരപേക്ഷതയുടെ ഒരു കാലത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇന്ത്യയുടെ മാർക്കറ്റ് മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് ഏത് തരത്തിലുള്ള തൊഴിലാളികളെയാണോ ആവശ്യമുള്ളത് അതിനെ മാത്രം നിർമ്മിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന വിമർശന ബുദ്ധിയില്ലാത്ത ഒരു സമൂഹത്തെ നിർമ്മിച്ചെടുക്കാനുള്ള വിദ്യാഭ്യാസ നയമാണ് ഇന്ത്യയിൽ രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ സമരം കർഷകരുടെ സമരത്തിൻ്റെയും തൊഴിലാളികളുടെ സമരത്തിൻ്റെയും ഇന്ത്യയിൽ അടിച്ചമർത്തപ്പെടുന്ന എല്ലാ മനുഷ്യരുടെയും സമരവുമായിട്ട് ചേർത്ത് വെച്ചുകൂടി കാണേണ്ടതാണ്. അത് തന്നെയാണ് ഈ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ രാഷ്ട്രീയം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ പഠനം, നമ്മുടെ ഗവേഷണം ഈ സാമൂഹിക പ്രക്രിയയിലേക്ക് ഉള്ള ഒരു സംഭാവനയാക്കിയിട്ട് എങ്ങനെ മാറ്റാൻ വേണ്ടി പറ്റും എന്നുള്ളതായിരിക്കണം ദ ന്യൂ ഇൻ്റലക്ച്വൽസ്, പുതിയ കാലത്തെ ബുദ്ധിജീവികളുടെ, ദ ഓർഗാനിക് ഇൻ്റലക്ച്വൽസ്, ജൈവിക ബുദ്ധിജീവികളുടെ നിരന്തര ആലോചനയുടെ ഭാഗമായിട്ട് വരേണ്ടത് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. നന്ദി.